ഗെത്സമനയിൽ ജയിച്ചതാണ് കാൽവറിയിൽ നമ്മൾ കണ്ടത്. യേശുവിനെ ഇതെങ്ങനെ ഫേസ് ചെയ്യണമെന്നുള്ള പല ചിന്തകൾ വന്നു. നമ്മുടെ ലൈഫിനകത്ത് നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ് പറഞ്ഞത്. ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദൂതൻ ഇറങ്ങി. അവൻ അതിശക്തിയോടെ പ്രാർത്ഥിച്ചെന്ന് പറയുന്നു. തന്റെ യാഗത്തിൽ, ക്രൂശിലെ മരണത്തിൽ സംഭവിച്ചത് തന്റെ ശരീരം മുഴുവൻ വേദന എടുക്കുക, അടികൾ കൊണ്ട് മുറിഞ്ഞിട്ട്. പക്ഷേ തന്റെ മനസ്സിനെ താൻ എടുത്ത്, പിതാവേ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ്, ഇത്രയും വേദന ശരീരത്തിൽ എടുക്കുമ്പോൾ, മുറിവുകളിലൂടെ ചോര വാർന്നൊലിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിൽ താൻ തന്റെ മനസ്സിനെ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വെച്ചിട്ട് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാ ക്രിസ്തീയ ജീവിതത്തിന്റെ മനോഹരത്വം എന്ന് പറയുന്നത്. ഈ പ്രശ്നത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല, പ്രതികൂലത്തിന് നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഇതിന്റെ നടുവിലും ജീവനുള്ള യാഗമായിട്ട് ദൈവസന്നിധിയിൽ നീ എത്തിച്ചേരും. ദൈവസന്നിധിയിൽ നിന്റെ മനസ്സ് വെക്കണം. ഒരു സാധ്യതയുമില്ലെന്നാണോ നീ കേട്ടത്? പക്ഷെ ദൈവസന്നിധിയിൽ അതിന് തിരിവുണ്ട്. തന്നെ അസ്വസ്ഥപ്പെടുത്തുന്നിടത്തുനിന്ന് താൻ അത് ജയിച്ചു കയറി. പിറ്റേ ദിവസം ക്രൂശീകരണത്തിൽ ദൈവം തന്റെ മേൽ കൊടുത്ത അസൈൻമെന്റ് പൂർത്തീകരിക്കുക. ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോഴും, ഇത്രയും വേദനകൾ അനുഭവിച്ചപ്പോഴും, ഒരു ചെറിയ വേദനയ്ക്കകത്ത് നീ കർത്താവിനെ തള്ളി പറഞ്ഞോ? എന്തിനാ ഈ പ്രശ്നമെന്ന് ചോദിച്ചോ? എന്തിനാ ഈ പ്രതികൂലമെന്ന് ചോദിച്ചോ? പക്ഷെ ഇത്രയും വേദന ശരീരത്തിലുണ്ടായിട്ടും, തന്റെ കൂടെയുള്ളവൻ തള്ളി പറഞ്ഞിട്ടും, പക്ഷെ തന്റെ അസൈൻമെന്റ് പൂർത്തീകരിക്കാൻ തനിക്ക് കഴിഞ്ഞു. ഇമോഷണൽ ആയിട്ട് തന്നെ തൊടാൻ കഴിഞ്ഞില്ല. ഒന്നിനും തന്നെ തൊടാൻ കഴിഞ്ഞില്ല. ഒരാൾ നിന്നോടൊരു വാക്ക് പറഞ്ഞില്ല, അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നീ ഡൗൺ ആവാൻ നിൽക്കണ്ട. നിന്റെ അസൈൻമെന്റിന്റെ അകത്ത് നിർത്തിനാട്ട് നിന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്. അവൻ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും. സാഹചര്യം മാറുന്നത് ഓർത്ത് നീ ഭാരപ്പെടണ്ട, വിഷമിക്കണ്ട. നിന്നോട് പറഞ്ഞവൻ വിശ്വസ്തനാണ്.